മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. നമുക്ക് ബ്രൈറ്റന്റെ ഒരു ന്യൂസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബ്രൈറ്റന്റെ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള ഇസ്തുപിനാൻ ഒഫീഷ്യലായിട്ട് AC മിലാനിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. 17 മില്യന്റെ ഒരു ഫിക്സഡ് ഫീസും 2 മില്യൺ ആഡ് ഓൺ കൊടുത്തിട്ടാണ് ഇരു ടീമുകളും ഈ ഒരു ഡീല് ഫൈനലൈസ് ചെയ്തിട്ടുള്ളത്. എസ്തുപിനാന്റെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡ് വളരെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. ഇപ്പോൾ 1-to-1 ഡിഫെൻഡിങ് ഒക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ബ്രൈറ്റിന് വേണ്ടിയിട്ട് പുള്ളി കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ AC മിലാനിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി എക്സ്പോഷർ കിട്ടും, നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള ഒരു ചാൻസും നമ്മൾ കാണുന്നുണ്ട്. മറ്റൊരു ന്യൂസ് കേൾക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സൈഡിൽ നിന്നാണ്. 3 സ്ട്രൈക്കർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്ത ഫബീസിയോ റൊമാനോ ഒക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ബെഞ്ചമിൻ സെസ്കോ ഉണ്ട്, ആസ്റ്റൺ വില്ലയുടെ സ്ട്രൈക്കറായിട്ടുള്ള ഒലി വാട്കിൻസ് ഉണ്ട്, പിന്നെ ഉള്ളത് ചെൽസിയുടെ നിക്കോളസ് ജാക്സൺ ആണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഒലി വാട്കിൻസ് ആയിരിക്കും ഒരു പെർഫെക്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. കാരണം പ്രീമിയർ ലീഗ് പ്രൂവൺ ആണ്, വളരെ ഡയറക്റ്റ് ആയിട്ട് 1-to-1 എടുത്തുകൊണ്ട് ഗോൾ സ്കോർ ചെയ്യാനും അസിസ്റ്റൊക്കെ കൊടുക്കാൻ ചാൻസ് ഉള്ള ഫിസിക്കലായിട്ടുള്ള ഒരു സ്ട്രൈക്കറാണ്. പുള്ളിയെ കൊണ്ടുവരുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടും യുണൈറ്റഡിന് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിക്കുക. ഞാൻ ബെഞ്ചമിൻ സെസ്കോ മോശമാണെന്ന് പറയുന്നില്ല, പക്ഷേ ആർസണൽ കഴിഞ്ഞ സീസണിൽ സ്കൗട്ട് ചെയ്തിട്ടുള്ള പ്ലെയറാണ്. പുള്ളിയുടെ കോൺട്രാക്റ്റിൽ 70 അല്ലെങ്കിൽ 80 മില്യൺ അടുത്തുള്ള ഒരു റിലീസ് ക്ലോസ് വെച്ചിട്ടുണ്ട്. അത്രയ്ക്കും പൈസ കൊടുത്തിട്ട് സെസ്കോയെ സൈൻ ചെയ്യുമെന്നുള്ള കാര്യം നമുക്കറിയില്ല. അത്രയ്ക്ക് പൈസയുള്ള പ്ലെയർ അല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഒരു 50 മില്യൺ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം RB ലൈപ്സിക് നെഗോസിയേഷൻ ടേബിളിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. പുള്ളിയുടെ കഴിഞ്ഞ സീസൺ നോക്കിക്കഴിഞ്ഞാൽ 13 ഗോളുകളും 5 അസിസ്റ്റും അടക്കം ഒരു കുഴപ്പമില്ലാത്ത സീസൺ ആയിരുന്നു. പിന്നെ പ്രീമിയർ ലീഗിൽ എക്സ്പീരിയൻസ് ഇല്ല. എന്തായാലും യുണൈറ്റഡ് സെസ്കോയെ കൊണ്ടുവരുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാഴ്ച തന്നെയാണ്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ചെൽസിയുടെ സൈഡിൽ നിന്നാണ്. ചെൽസി മറ്റൊരു സൈനിങ്ങുമായിട്ട് ലിങ്കപ്പ് വന്നിട്ടുണ്ട്, മറ്റാരുമല്ല ഹാവി സൈമൺസ്. എനിക്ക് തോന്നുന്നു ചെൽസിയുടെ സ്ക്വാഡ് ഡെപ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റിയുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഇപ്പോഴേ ആ ടീമിലുണ്ട്. ഇനി ഹാവി സൈമൺസും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഓരോ പൊസിഷനിലും 2-3 പ്ലേയേഴ്സൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. മരസ്കക്ക് ഒരു ബെസ്റ്റ് സ്ക്വാഡ് ബിൽഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ബോർഡ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനീഷ്യൽ ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ കാര്യങ്ങൾ അഡ്വാൻസ് സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. പുള്ളി എനിക്ക് തോന്നുന്നു ഒരു 40-60 മില്യൺ അടുത്തുള്ള ഒരു റേഞ്ചിലുള്ള പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ചെൽസി ഒരു റൂമർ ആണോ അല്ലെങ്കിൽ പുള്ളിയെ കൊണ്ടുവരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റൊരു ന്യൂസ് വരുന്നത് നാപ്പോളിയുടെ സൈഡിൽ നിന്നാണ്. നാപ്പോളിയുടെ സ്ട്രൈക്കർ ആയിട്ടുള്ള വിക്ടർ ഓഷിമാൻ ഒഫീഷ്യലായിട്ട് ഗലാറ്റസറായിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അവരുടെ അവസാനത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വർഷം കൊടുക്കുന്ന പൈസ എത്ര, ബാക്കി പൈസ എപ്പോൾ തരും എന്നുള്ള ഒരു പ്രശ്നം തന്നെ ആയിരുന്നു. 70 മില്യന്റെ ഒരു പാക്കേജാണ് ഗലാറ്റസറായും വിക്ടർ ഓഷിമാന്റെ ക്ലബായിട്ടുള്ള നപ്പോളിയും തമ്മിൽ എഗ്രി ചെയ്തിട്ടുള്ളത്. 40 മില്യൺ ആദ്യം കൊടുക്കും, പിന്നീടുള്ള തുക ഗഡുക്കളായിട്ട് കൊടുക്കുമെന്നാണ് ഇരു ടീമുകളും തീരുമാനിച്ചിട്ടുള്ളത്. വിക്ടർ ഓഷിമാന്റെ കഴിഞ്ഞ സീസൺ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ്. 30 മത്സരങ്ങളിൽ 26 ഗോളുകളും 5 അസിസ്റ്റും അടക്കം വൺ ഓഫ് ദി ബ്രില്യൻ പെർഫോമൻസ് പുള്ളിയുടെ സൈഡിൽ നിന്ന് വന്നു. ഫാൻസൊക്കെ ഒരുപാട് ഹാപ്പി ആയിരുന്നു. പുള്ളി പോകരുതെന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ തന്നെ ഗലാറ്റസറായിയുടെ ഫാൻസൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഓഷിമാന് ഗലാറ്റസറയിലേക്ക് പോയതോടെ പുള്ളി ഒന്നുകൂടി ശക്തമായിട്ട് തിരിച്ചു വരാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. പുള്ളി പ്രീമിയർ ലീഗിലേക്ക് വരുന്നുള്ള റൂമേഴ്സൊക്കെ നമ്മൾ കേട്ടായിരുന്നു. ചെൽസി അടക്കമുള്ള പല ക്ലബ്ബുകളും പുള്ളിയെ സ്കൗട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫൈനൽ സ്റ്റേജിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ പുള്ളി ഇപ്പോഴും ഗലാറ്റസറായി തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. സ്പേഴ്സിന്റെ സൈഡിൽ നിന്നും മോർഗൻ ഗിബ്സ് വൈറ്റിന്റെ ഇഷ്യൂ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ ഓണർ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു പ്ലെയർ അവരുടെ കോൺട്രാക്റ്റിൽ റിലീസ് ക്ലോസ് ആഡ് ചെയ്യുന്നു. ഈ റിലീസ് ക്ലോസ് ആഡ് ചെയ്യുന്നത് ആ എമൗണ്ട് ഏതെങ്കിലും ക്ലബ്ബ് കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വിടണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പൊ ക്ലബിന്റെ പെർമിഷൻ എടുക്കണോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഏജന്റുമായിട്ട് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ വേണമെങ്കിൽ ലീഗലി ചലഞ്ച് ചെയ്യാം. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ
ആ ഒരു പ്ലെയറാണ് തീരുമാനിക്കേണ്ടത് പുള്ളിക്ക് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൽ നിൽക്കണോ അതോ പോകണോ എന്ന്. ഈ ഫോറസ്റ്റിന്റെ ഓണർ നമുക്കറിയാം ന്യൂനോ ആയിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിയുടെ പബ്ലിക് ആയിട്ടുള്ള ബിഹേവിയറൊക്കെ കുറച്ച് പ്രശ്നമാണ്. ഡാനി ലീവി പ്രധാനപ്പെട്ട ലീഗൽ ടീമിനെ ഇറക്കി ഫൈറ്റ് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ സോഷ്യൽ മീഡിയയിലും മറ്റു ചാനലിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതധികം വൈകാതെ സോർട്ട് ഔട്ട് ചെയ്യും. ചിലപ്പോൾ ഒരു 4-5 മില്യൺ കൂടുതൽ കൊടുത്താലും മോർഗൻ ഗിബ്സ് വൈറ്റ് അധികം വൈകാതെ സ്പേഴ്സിലേക്ക് എത്തുന്ന തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് മാത്രമല്ല, ലൂയിസ് ഡിയാസിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു കോൺഫർമേഷൻ വന്നിട്ടില്ല. പുള്ളി ബയണിലേക്ക് പോകാനുള്ള തീരുമാനം ഏതാണ്ട് 60-70% മുമ്പോട്ട് പോയി എന്ന് പല ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബയൺ എന്തായാലും 67 മില്യന്റെ ബിഡ് റിജക്ട് ചെയ്ത് പുതിയൊരു ബിഡ് കൊടുത്തിട്ടുണ്ട്. ആ ബിഡ് ലിവർപൂളുമായിട്ട് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ റാഷ്വുഡിനെ ബാഴ്സ സൈൻ ചെയ്തതോടെ ലൂയിസ് ഡിയാസ് സെലക്ട് ചെയ്യാൻ പോകുന്നത് ബയൺ തന്നെ ആയിരിക്കുമെന്നുള്ള റൂമർ നമുക്കറിയാം. എന്തായാലും പുള്ളിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു എക്സ്പോഷർ ആയിരിക്കും. ബുണ്ടസ് ലീഗയിൽ പോയി ബയണ് പോലെ സ്റ്റാച്ചറുള്ള ഒരു ക്ലബ്ബിൽ കളിക്കാൻ പുള്ളിക്ക് അവസരം കിട്ടുകയും ചെയ്യും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.